നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നസ്രീനെ അതിക്രൂരമായി ബന്ധുവായ യുവാവ് കൊലപ്പെടുത്തിയ ശേഷം അദ്നാൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മൂഴിക്കലിൽ നിന്ന് നടന്നു വന്ന അദ്നാൻ പൂതംകുഴി മീത്തൽ പോക്കറ്റ് റോഡിൽ വന്ന് തൊട്ടടുത്ത വീടിന്റെ കിഴക്ക് ഭാഗത്തെ മതിൽ ചാടിക്കടന്ന് വീടിന്റെ പിൻഭാഗത്തെത്തുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. വീടിന്റെ പുറത്തുള്ള ശുചിമുറിയിൽ കയറി ഈ ചെരുപ്പ് അഴിച്ചു വെച്ചു അദ്നാൻ. അതിനുശേഷം പിൻവാതിലിന് സമീപത്തെ CCTV മറുവശത്തേക്ക് തിരിച്ചു വെച്ച് അകത്ത് കയറുകയായിരുന്നു. CCTVയിൽ അതുവരെയുള്ള ചിത്രങ്ങളുണ്ട്. പോലീസ് നായ വീടും പരിസരവും ചുറ്റി നടന്നു. ശേഷം സമീപത്തെ റോഡിലൂടെ നടന്ന് തൊട്ടടുത്ത വീടിന്റെ മതിൽ വരെ എത്തുകയും ചെയ്തു. പിന്നീട് CCTV ഭാഗത്തേക്ക് എത്തി. ഇതുവഴിയാണ് അദ്നാൻ വീടിന്റെ പിന്നിൽ എത്തിയതെന്നാണ് കരുതുന്നത്. അതേസമയം നസ്രീനയ്ക്ക് വീട്ടിലെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ വെളിപ്പെടുത്തി. യുവാവ് വീട്ടിൽ വന്ന് മോഷണം നടത്താൻ ശ്രമിച്ചത് പെൺകുട്ടി കണ്ടെത്തിയിരുന്നതായും ഇതേക്കുറിച്ച് കുടുംബത്തിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നതായുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തുക പിന്നീട് വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായിട്ട് അദ്നാന്റെ പിതാവ് അഷ്റഫും പറഞ്ഞിട്ടുണ്ട്. അദ്നാൻ പെൺകുട്ടിയെ ശ്വാസം മുടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അടുത്ത മുറിയിലേക്ക് മാറ്റുകയും പിന്നീട് അവളുടെ മുറിയിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്തതായാണ് പോലീസ് പറയുന്നത്. കുട്ടി മരിച്ചെന്നറിഞ്ഞപ്പോഴാവാം സ്വയം ജീവൻ ഒടുക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്നാന്റെ പഠന വൈകല്യം, പെരുമാറ്റ ദൂഷ്യം അവനൊപ്പം ചേർന്ന് നിന്ന് പരിഹരിക്കാനുള്ള ശ്രമമായിരുന്നു ഈ നസ്രീനയുടെ വീട്ടുകാർ നടത്തിയത്. പക്ഷെ അത് അവസാനിച്ചിരിക്കുന്ന വലിയൊരു ദുരന്തത്തിലാണ്. ഇരട്ട മരണത്തോടൊപ്പം മൂത്ത മകൾ നസ്രീനയുടെ മരണം, അതുമാത്രമല്ല ആ കുട്ടി ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് മടങ്ങിയിരിക്കുകയാണ്. ഒരു ഡോക്ടർ ആവുക എന്നതായിരുന്നു നസ്രീനയുടെ സ്വപ്നം. മലബാറിൽ അറിയപ്പെടുന്ന ബാരൽ റിപ്പയറിംഗ് വ്യവസായ CP ഹംസയുടെയും സഫിയയുടെയും പേരമക്കളായ നസ്രീനയ്ക്കും അദ്നാനും ഇടയിൽ വൈരാഗ്യം ശക്തപ്പെട്ടിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. പഠന മികവിൻ്റെ കുറവ് കൊണ്ടും ചില പെരുമാറ്റ ദൂഷ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും വലിയ രീതിയിൽ അദ്നാനെ ഇവർ വിമർശിച്ചിരുന്നു. പഠനം തുടരുന്നതിനായി അദ്നാനെ മർക്കസ് ITയിൽ ചേർത്തതാണ്. പക്ഷേ നിസാർ വിദേശത്തായതുകൊണ്ട് ഹംസയ്ക്ക് ഒരു കൈ സഹായമായി അദ്നാൻ ഇവിടെ ഉണ്ടാകുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ഈ കരുതലുകളെല്ലാം തെറ്റിപ്പോയി. മറിച്ച് ഒരു കാലനായിട്ട് മാറുകയായിരുന്നു അദ്നാൻ, ആ വീടിൻ്റെ ഒരു കാലനായിട്ട്. ഈ വീട്ടിൽ നിസാർ, റംസിന ദമ്പതിമാരെ മക്കൾക്കുള്ള അതേ സൗകര്യങ്ങളും അധികാരങ്ങളും ഒക്കെ അദ്നാനും നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് ചൂഷണം ചെയ്താണ് പലപ്പോഴായി 40,000 രൂപ ഇയാൾ മോഷ്ടിച്ചതെന്നാണ് നസ്രീനയുടെ കണ്ടെത്തൽ. ഇതറിഞ്ഞ് ഹംസ ഇടപെട്ട് അദ്നാനെ കൊളത്തറയിലെ വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. നസ്രീന മിടുക്കിയായിരുന്നു, പഠിക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുള്ള കുട്ടിയായിരുന്നു, കാര്യപ്രാപ്തി ഉണ്ടായിരുന്നു. അദ്നാന് നേരത്തെ തന്നെ നസ്രീനയോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ മികവോടെ എഴുതിയ നസ്രീന പരീക്ഷാ ഫലം വരും മുൻപ് തന്നെ തുടർ പഠനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് അദ്നാൻ ഈ കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത്. മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങും +2 പഠനം ഒന്നിച്ച് നടത്താനായിരുന്നു തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഫീസ് അടിച്ച് പ്രവേശനം നേടുകയും ചെയ്തതാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് കൂടി നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഇതിനുള്ളിൽ ഒളിച്ചിരുന്ന അദ്നാൻ പുലർച്ചയോടെ മുകൾ നിലയിലെ നസ്രീനയുടെ മുറിയിൽ എത്തുകയായിരുന്നു എന്നാണ്. അതിനുശേഷം ഈ വീട്ടിൽ നിന്ന് വളർന്ന വ്യക്തി അല്ലെങ്കിൽ നിന്ന് പഠിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വീടിനെ പറ്റി ഏതാണ്ട് എല്ലാ ധാരണയും അദ്നാനുണ്ട്. അങ്ങനെ എല്ലാവരും ഉറങ്ങിയ സമയത്ത് പുലർച്ചയോടെ മുകൾ നിലയിലെ നസ്രീനയുടെ മുറിയിലേക്ക് അദ്നാൻ എത്തുകയായിരുന്നു. വസ്ത്രം കൊണ്ട് മുഖം അമർത്തി പിടിച്ച ശേഷം ടേപ്പ് കൊണ്ട് കൈയും കാലും കൂട്ടി ബന്ധിച്ചതായിരിക്കാം എന്നാണ് പോലീസ് നിഗമനം. തുടർന്ന് കഴുത്തിൽ മറ്റൊരു തുണി ഉപയോഗിച്ച് മുറുക്കുകയായിരുന്നു. നസ്രീന ശ്വാസം മുട്ടി മരിച്ചതാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത്. രക്ഷപ്പെടുന്നതിനാകാം അദ്നാൻ മുകൾ നിലയിൽ നിന്നിറങ്ങി മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയത്. എന്തായാലും അത്തരത്തിൽ അദ്നാനെ മറ്റൊരു മുറിയിൽ കണ്ടെത്തിയതോടെയാണ് ഇവർ പൂട്ടിയിട്ടിട്ട് പോയത്. എന്തായാലും മോഷണം നടന്നു എന്നതിന് യാതൊരു തെളിവുമില്ല. പക്ഷേ കൊലപാതകം, അത് ഒരു വ്യക്തി വൈരാഗ്യമായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊലപാതകം നടന്നു, മോഷണ ശ്രമമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്നാന്റെ ഉദ്ദേശം മോഷണമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുലർച്ചെ മുത്തശ്ശി മുറിയിൽ ആൾരൂപം പോകുന്നതായി കാണുകയും വീടിനകത്ത് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടതായും പറയുന്നുണ്ട്. അദ്നാന്റെ ഒരു ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഫോൺ കിട്ടിയിട്ടില്ല. ഈ ഫോൺ പുറത്തേക്ക് ഇറങ്ങുന്ന സംശയത്തിൽ പോലീസ് പരിശോധന നടത്തി. പക്ഷേ ഫോൺ കണ്ടെത്താൻ സാധിച്ചില്ല അന്വേഷണ സംഘത്തിന്. അദ്നാന്റെ ഫോൺ കണ്ടെത്തുക എന്നതും വലിയൊരു കടമ്പയാണ്. അതിലും നിർണായകമായ വിവരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കമ്മീഷണർ പദം സിംഗ്, അസിസ്റ്റന്റ് കമ്മീഷണർ KM ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സംഘം സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയത്. ഡോഗ് സ്ക്വാഡ്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് AV ശ്രീജയുടെ നേതൃത്വത്തിൽ വിരൽ അടയാള വിദഗ്ധർ, P ജിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധർ, ക്രൈം സ്ക്വാഡ്, ജില്ലാ സംസ്ഥാന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിരുന്നു. ചെവയായൂർ SI രാംകുമാറിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. 2 പേരുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ് എന്ന് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ KM ബിജു പറഞ്ഞു. ചെവയാർ ഇൻസ്പെക്ടർ T മഹേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്.
നസ്രീനയുടെയും അദ്നാന്റെയും വല്യുപ്പ, അതായത് മുത്തച്ഛൻ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ആയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വീട്ടിൽ കൂട്ടിനായിട്ടാണ് അദ്നാനെ താമസിപ്പിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയത്. നേരത്തെ അദ്നാൻ താമസിച്ച നല്ലളത്ത് കൂട്ടുകാരുമായുള്ള മോശം കൂട്ടുകെട്ട് അത് കാരണം മൂഴിക്കലിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് നസ്രീനയുടെ കുടുംബം അദ്നാനെ പഠിപ്പിക്കാൻ ശ്രമം നടത്തി. ഇതിനിടയിലാണ് വീട്ടിൽ മോഷണ ശ്രമം ഉണ്ടായതെന്ന് വീട്ടുകാർ കണ്ടെത്തുന്നത്. പിന്നാലെ അദ്നാന്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും വീട്ടിൽ നിന്ന് അദ്നാനെ പറഞ്ഞുവിടുകയും ചെയ്തു. വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അദ്നാൻ ഒരു സഹായിയായിരുന്നു. ഇവിടുത്തെ CCTV അദ്നാന്റെ മൊബൈൽ ഫോണിലേക്കാണ് ലിങ്ക് ചെയ്തിരുന്നത്. വീട്ടിൽ നടക്കുന്നതെല്ലാം അദ്നാൻ അപ്പോൾ അറിയാറുണ്ട്. നസ്രീനയുടെ നിർബന്ധം കാരണം ഈ ലിങ്കും ഒഴിവാക്കി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ബന്ധുക്കൾ അകന്നു പോകാൻ ഇടയായതിന് കാരണം നസ്രീനയാണെന്നാണ് അദ്നാന് തോന്നിയത്. അതുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു പക, ആ പകയ്ക്ക് പിന്നാലെ നസ്രീനയെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇയാൾ അഷ്റഫ്, അതായത് അദ്നാന്റെ പിതാവ് അഷ്റഫ് 3 മാസമായി പുതിയ സ്റ്റാൻഡിലെ കടയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. വല്ലിപ്പയുടെ വീട്ടിൽ നിന്ന് പുറത്തായതിനു ശേഷം അഷ്റഫിനൊപ്പമാണ് അദ്നാന്റെ താമസം. തിങ്കളാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളെ കാണാൻ അരീക്കാട് പോകുകയാണെന്നാണ് പറഞ്ഞതെന്നും എങ്ങനെ മുഴിക്കലെത്തിയെന്ന് അറിയില്ല എന്നുമായിരുന്നു അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ. വല്ലിപ്പയുടെ തറവാട്ട് വീട്ടിൽ, അതായത് നസ്രീനയും ഉമ്മയും താമസിച്ച വീട്ടിൽ 7 മാസം പഠനകാലത്ത് താമസിച്ചിരുന്നു. +1 പൂർത്തിയാക്കാതെ ITIയിൽ ചേർന്നിരുന്നു. ആ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാതെയാണ് തിരിച്ചുപോയത്. എന്നാൽ 50,000 രൂപ മോഷ്ടിച്ചെന്നും ഇവരുടെ വീഡിയോ എടുത്തെന്നും പറഞ്ഞ് ഒരു ദിവസം രാത്രി ഇവരെല്ലാം തന്റെ വീട്ടിലെത്തി മകനെ മർദ്ദിച്ചിരുന്നു. അതേസമയം പണം മാറ്റിവെച്ചത് തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണമുണ്ടാക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു കാരണത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് അദ്നാൻ തന്നോട് പറഞ്ഞതെന്ന് അദ്നാന്റെ പിതാവ് അഷ്റഫും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പണം മോഷ്ടിച്ചത് കള്ളമാണ്, അത്തരത്തിൽ മകൻ മോഷണം നടത്തിയിട്ടില്ല, അവനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഇങ്ങനെ ഒരു കള്ളക്കഥ മെനഞ്ഞതെന്നാണ് അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, തിങ്കളാഴ്ച വൈകുന്നേരം പൂതൻകുഴി മീത്തൽ വീട്ടിൽ നസ്രീനയുടെ ബന്ധുക്കൾ ഒത്തുകൂടിയിരുന്നു. പുറത്ത് മേശയിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അർദ്ധരാത്രിയോടെ എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്തു. എന്നാൽ വീട്ടിൽ മുത്തശ്ശി മകൾ റംസീനയും നസ്രീനയുടെ സഹോദരങ്ങളായ നിസാമും നൈമയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്നാൻ തിങ്കളാഴ്ച രാത്രി വീടിന്റെ പിൻവശത്തെ വാതിലിൽ എത്തിയെന്ന് CCTV ദൃശ്യങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ സാധിച്ചു. ഒരു 7:40ഓടെയാണ് അദ്നാൻ ഈ വീടിന്റെ പിൻവശത്തെ വാതിൽ എത്തിയിരിക്കുന്നത്. വീടിന്റെ മുന്നിൽ ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തുറന്നു കിടന്ന പിൻവാതിൽ വഴി അകത്ത് കയറി മുകൾ നിലയിൽ ഒളിച്ചിരുന്നതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. പിൻവാതിൽ രാത്രി 10:30ഓടെ അടച്ചതായാണ് വീട്ടുകാർ നൽകിയ മൊഴി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.